കൂത്തുപറമ്പിലെ പരാജയത്തിൽ പാർട്ടിയിലെ നടപടി തുടങ്ങി മുസ്ലിം ലീഗ്. മണ്ഡലം സെക്രട്ടറി PK ഷാഹുൽ ഹമീദിനെ സ്ഥാനത്തു നിന്ന് നീക്കി. ലീഗിനെതിരായ പരാമർശത്തിൽ മാത്യു കുഴൽനാടനെ വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. കേവലം 1286 വോട്ടുകൾക്കാണ് കൂത്തുപറമ്പിൽ UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ തോറ്റത്. വൻ UDF തരംഗമുണ്ടായിട്ടും കൂത്തുപറമ്പിൽ വിജയിക്കാനാകാത്തത് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഗൗരവമായാണ് കാണുന്നത്. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ മണ്ഡലത്തിലുണ്ടായ പ്രശ്നങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും നേരിട്ട് ഇടപെട്ട് പരിഹരിച്ചതാണ്. എന്നിട്ടും നിസ്സാര വോട്ടുകൾക്ക് സ്ഥാനാർത്ഥി തോറ്റതിനു പിന്നാലെയാണ് ലീഗ് അച്ചടക്ക നടപടിയിലേക്ക് കടന്നത്. കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദിനെയാണ് മാറ്റിയത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് നടപടിയെന്ന് PK ഷാഹുൽ ഹമീദ് പറഞ്ഞു. എനിക്കെതിരായി ചില കോണുകളിൽ നിന്ന് ആസൂത്രിതമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും ഒരു കഴമ്പുമില്ല. എന്നാൽ ഇത്തരത്തിലുള്ളൊരു നടപടി ഞങ്ങളുടെ നിയോജക മണ്ഡലം ഭാരവാഹികളുടെ യോഗമോ എക്സിക്യൂട്ടീവോ ഒന്നും ചേർന്ന് ശുപാർശ ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗിനെതിരായ പരാമർശത്തിൽ മാത്യു കുഴൽനാടനെ തള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. ഇവിടെ ഒരു നേതാവ് ചോദിച്ചു, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് ഇടപെടാൻ എന്താ അവകാശം? അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൊട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? ലീഗ് UDFന്റെ ടീമിൽപ്പെട്ട ആളുകളാണ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുന്നിൽ താൻ അല്പൻ തന്നെയാണെന്നും അതുകൊണ്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. പ്രത്യേക സാഹചര്യത്തിലാണ് ലീഗിനെ കുറിച്ചുള്ള പരാമർശമെന്നും മാത്യു കുഴൽനാടൻ. അദ്ദേഹം പറഞ്ഞത് ഞാൻ അതേപടി അംഗീകരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ അല്പനും നിസ്സാരണമാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് പ്രതികരിക്കാനുള്ള വലിപ്പം എനിക്കില്ല. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.